സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. അവരിപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതാണ് വൈകാരികമായ രീതിയിൽ സൗദി അറേബ്യ മറുപടി പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത്. ഫലസ്തീനികളെ സൗദിയിലേക്ക് മാറ്റണമെന്ന് നെതന്യാഹു പറഞ്ഞു. കാലം എത്ര എടുത്താലും ഫലസ്തീനികൾ അവരുടെ മണ്ണിൽ തന്നെ ജീവിക്കുമെന്നും ഇസ്രായേലിൻ്റെ തീവ്ര ചിന്തയാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിക്കുകയും ചെയ്തു. അറബ് രാജ്യത്തിൻ്റെ സമാധാന ഫോർമുല ഇല്ലാതാക്കുന്നതും അതിനെ പാരവെക്കുന്നതും സൗദി അറേബ്യ ഇസ്രായേൽ എന്ന് പറയുന്ന നിങ്ങളാണ്. ഇസ്രായേൽ സൗദി ബന്ധം കൂട്ടിച്ചേർക്കാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുന്ന സമയത്ത് അകന്നു പോകാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ ശ്രമിക്കുന്നത് എന്ന് ഈ വിഷയമായിട്ട് പ്രതികരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ പത്രങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിലനിർത്തുന്ന സൗദിയും ഇസ്രായേലും തമ്മിൽ ഉടക്കി പിരിഞ്ഞിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ്. ഇറാനും തുർക്കിയും തമ്മിൽ ഏറെക്കുറെ സൗഹൃദമായിരിക്കുന്ന ഒരു ബന്ധത്തിന്, അതായത് ഇസ്രായേലിനെതിരെ ഒരു ബദൽ സംവിധാനം രൂപീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പല ഘട്ടങ്ങളിൽ അവർ ഒന്നിച്ചിട്ടുണ്ട്. അതോടൊപ്പം സൗദി അറേബ്യ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സൗദി അറേബ്യ സംയുക്തമായ രീതിയിൽ തന്നെയാണ് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗസയെ ക്രൂരമായ രീതിയിൽ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തിക്ക് ഞങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഫലസ്തീന മണ്ണിനോടുള്ള അറബ് ജനതയുടെ വൈകാരികവും നിയമപരവും ചരിത്രപരമായിരിക്കുന്ന ബന്ധം മനസ്സിലാക്കാതെ അധിനിവേശ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയെ കണ്ടില്ലെന്ന് ഞങ്ങൾ നോക്കി നിൽക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് സൗദി